കൃഷ്ണന് തൃക്കൈവെണ്ണ നേർന്നിട്ടുണ്ടോ? തൃക്കൈവെണ്ണ നേർന്നു കഴിഞ്ഞാൽ കാര്യസിദ്ധിയാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. കൃഷ്ണ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലാണ് സാധാരണയായിട്ട് തൃക്കൈവെണ്ണ കൊടുക്കുന്നത്. പ്രധാന ഗുണങ്ങൾ പറയാം. ദാരിദ്ര്യ നീക്കമാണ്. കൃഷ്ണനോട് വെണ്ണ അർപ്പിക്കുന്നതിലൂടെ ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണ അമ്പലങ്ങളിൽ വെറും 15 രൂപ മാത്രമേ ഉള്ളൂ തൃക്കൈവെണ്ണ. ആ ഒരു നേർച്ച കഴിഞ്ഞ ശേഷം നമുക്ക് വെണ്ണ ചെറിയൊരു വാഴയിലയിൽ പൊതിഞ്ഞ് തരികയും ചെയ്യും. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കാനും ഇത് നല്ലതാണ്. ശ്രീകൃഷ്ണനെ ബാലഗോപാലനായി ആരാധിക്കുന്നത് കുട്ടികൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. തൃക്കൈവെണ്ണ നേരുന്നതിലൂടെ പാപവിമോചനം നടക്കുന്നു. ഭക്തി സഹിതം കൃഷ്ണനെ ആരാധിച്ച് വെണ്ണ സമർപ്പിക്കുന്നത് ജീവിതത്തിലെ പാപങ്ങളൊക്കെ നീക്കാൻ സഹായിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നല്ല ആരോഗ്യവും ആയുസ്സും കിട്ടാൻ എല്ലാ മാസവും നാളിന്, അതായത് നമ്മളുടെ ജന്മനാളിന് തൃക്കൈവെണ്ണ നടത്തുന്നതും അതുപോലെ രോഹിണി ദിവസം തൃക്കൈവെണ്ണ നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. ഭഗവാന്റെ ഇഷ്ടഭക്ഷണമാണ് തൃക്കൈവെണ്ണ. ഒരു കൈ നിറയെ തൃക്കൈവെണ്ണ നേരുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കുഞ്ഞിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന് ഇഷ്ടമുള്ള ആഹാരങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ കൊടുത്തിട്ടല്ലേ? അതേ ഒരു രീതിയാണ് ഇവിടെ. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ നേർച്ചയായി കൊടുക്കുന്നത്. പരീക്ഷാ വിജയത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ അടുപ്പിച്ച് നമുക്ക് ഡെയിലി തൃക്കൈവെണ്ണ നേരാവുന്നതാണ്. 15 ദിവസമാകുമ്പോൾ തന്നെ ഏകദേശം 15 രൂപ വെച്ചിട്ടാണ് ഡെയിലി ആവുന്നത്. വളരെ കുറച്ച് എമൗണ്ട് ആവത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സാധാരണ അടുത്തുള്ള ഒരു കൃഷ്ണ അമ്പലത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തിരക്കുള്ള അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുമോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അടുത്തുള്ള ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോയിട്ട് 15 ദിവസമോ 30 ദിവസത്തേക്കോ തൃക്കൈവെണ്ണ നേരാവുന്നതാണ്. അതല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലം തൊഴുകയാണെങ്കിൽ, അമ്പലത്തിൽ തൊഴാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസം മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 15ഉം 30ഉം ദിവസമൊക്കെ പറയുന്നത്. ശ്രീകൃഷ്ണ ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഹരേ കൃഷ്ണ.